എല്ലാവർക്കും നമസ്കാരം. ഒരു നിമിഷം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആയിരക്കണക്കിന് മന്ത്രങ്ങളും സ്തോത്രങ്ങളും യജ്ഞവിധികളും തത്വചിന്തകളുമുള്ള അതിഗഹനമായ ഒരു ഗ്രന്ഥശാല. ഈ ഗ്രന്ഥശാലയുടെ ജ്ഞാനങ്ങൾ സംരക്ഷിക്കാൻ പുസ്തകങ്ങളില്ല, റെക്കോർഡുകളില്ല, കമ്പ്യൂട്ടറുകളില്ല. മറിച്ച് മനുഷ്യരുടെ ഓർമ്മ ശക്തികളിലൂടെയാണ് അത് സംരക്ഷിക്കപ്പെട്ടത്. ആ ഗ്രന്ഥശാലയാണ് വേദങ്ങൾ. വേദങ്ങളെ അനാദി എന്നാണ് വിളിക്കുന്നത്. അതായത് ബിഗിനിംഗ്ലെസ്, ആരംഭമില്ലാത്തത്. പുരാതന ഭാരതത്തിലെ ഋഷിമാർ ധ്യാനത്തിലൂടെ കണ്ടെത്തിയ ജ്ഞാനമാണ് വേദങ്ങൾ. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ജ്ഞാനം അത്ഭുതകരമായ ഒരു വാമൊഴി പാരമ്പര്യത്തിലൂടെയാണ് നിലനിന്നത്. ഒരുപാട് അധിനിവേശങ്ങളെയും മതപരമായ ആക്രമണങ്ങളെയും അതിജീവിച്ച് വേദങ്ങൾ നിലനിന്നു. അത് എങ്ങനെ സംഭവിച്ചു? ഈ വീഡിയോയിലൂടെ നമ്മൾ ആ അതിശയകരമായ സംരക്ഷണ രഹസ്യം മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, വേദാന്ത ഇൻ സിമ്പിൾ ലോജിക് എന്ന വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ വേദങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ വേദം എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ പുതിയ ആളാണെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുള്ളതോ അറിയാൻ ആഗ്രഹിക്കുന്നതോ ആയ വിഷയങ്ങൾ കണ്ടേക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേദങ്ങളെക്കുറിച്ചും വേദങ്ങൾ വിഭജിച്ച രീതികളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കി. അപ്പോൾ വേദങ്ങളെ പ്രധാനമായും രണ്ടായി വിഭജിച്ചിരിക്കുന്നു. അതാണ് കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം. കർമ്മകാന്ഡം ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ജ്ഞാനകാന്ഡം ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. ഇതുകൂടാതെ വേദങ്ങളെ ആന്തരികമായി 4ആയി വിഭജിച്ചിട്ടുണ്ട്. അതാണ് സംഹിത, ബ്രാഹ്മണം, ആരണ്യക, ഉപനിഷത്ത്. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്തു. പഠന ആവശ്യത്തിന് ചില പണ്ഡിതന്മാർ വേദത്തെ 3 കാണ്ഡങ്ങളായിട്ടും വിഭജിച്ചിട്ടുണ്ട്. നമുക്ക് അതും ഒന്ന് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ വേദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ 3 തരത്തിലുള്ള വിഭജനം കണ്ടേക്കാം. പണ്ഡിതന്മാർ പഠന ആവശ്യത്തിന് വേണ്ടിയും നമ്മുടെ ആത്മീയ പുരോഗതി എളുപ്പമാക്കുന്നതിന് വേണ്ടിയും വേദങ്ങളെ 3 കാണ്ഡങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അതാണ് കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം. ഈ രീതിയിൽ നോക്കിയാൽ സംഹിതയും ബ്രാഹ്മണവും കർമ്മകാന്ഡങ്ങളായും ആരണ്യകം ഉപാസനാകാന്ഡവുമായും ഉപനിഷത്തുക്കൾ ജ്ഞാനകാന്ഡവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വേദത്തിന്റെ വേറിട്ട ഒരു വിഭജനമല്ല, മറിച്ച് ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിഭജനമാണ്. ഇത് നമുക്ക് വളരെ പ്രയോജനകരമാണ്. വേദങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യന്റെ ആത്മീയ പുരോഗതി എന്നത് പടിപടിയായി നടക്കുന്ന ഒരു കാര്യമാണെന്ന് വ്യക്തമാക്കുന്നു. മിക്ക ആളുകൾക്കും ലൗകിക ജീവിതത്തിൽ നിന്ന് നേരിട്ട് ആത്മീയ ജീവിതത്തിലേക്ക് ചാടിക്കയറാൻ കഴിയില്ല. ആദ്യം നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുകയും തയ്യാറാക്കപ്പെടുകയും വേണം. ഇവിടെയാണ് ഉപാസന കാണ്ഡത്തിന്റെ പ്രാധാന്യം. കർമ്മകാന്ഡം മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. ഉപാസനാകാന്ഡം മനസ്സിനെ ശാന്തവും ഏകാഗ്രവുമാക്കാൻ സഹായിക്കുന്നു. ജ്ഞാനം ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കുന്നു. ജ്ഞാനകാന്ഡം നമ്മുടെ മനസ്സിലെ അവിദ്യയെ ഇല്ലാതാക്കുന്നു, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ ആത്മീയ പുരോഗതിയുടെ ഒരു ക്രമം ഇവിടെ കാണാൻ സാധിക്കും. അതാണ് ആക്ഷൻ, മെഡിറ്റേഷൻ, നോളജ്. പ്രവൃത്തികൾ, ധ്യാനം, ജ്ഞാനം. അങ്ങനെ പടിപടിയായി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന അദ്ഭുത മാർഗദർശനങ്ങളാണ് വേദങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മൾ വേദങ്ങളുടെ വിഭജനം മനസ്സിലാക്കി. വേദങ്ങൾ എന്നത് ഹിന്ദു ധർമ്മത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ്. എന്നാൽ മൊത്തം സനാതന ധർമ്മം എന്നത് അനേകായിരം ഗ്രന്ഥങ്ങൾ അടങ്ങിയ ഒരു ജ്ഞാന ശേഖരമാണ്. അതിനെ പൊതുവായി പറയുന്നതാണ് ശാസ്ത്രങ്ങൾ എന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു ധർമ്മത്തിന്റെ മൊത്തം ഗ്രന്ഥങ്ങളാണ്. ഈ ശാസ്ത്രങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിഭജനവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ശാസ്ത്രങ്ങളെ 2ആയി വിഭജിച്ചിരിക്കുന്നു. അതാണ് ശ്രുതി, സ്മൃതി. ശ്രുതി എന്ന വാക്കിന്റെ അർത്ഥം കേട്ടത് എന്നാണ്, വെളിപ്പെട്ട് കിട്ടിയത് എന്നാണ്. സ്മൃതി എന്ന വാക്കിന്റെ അർത്ഥം ഓർത്ത് സൂക്ഷിച്ചു വെച്ചത് എന്നാണ്. ശ്രുതിയിൽ വരുന്നത് വേദങ്ങൾ മാത്രമാണ്. വേദങ്ങൾ ഒഴികെ മറ്റെല്ലാ ഗ്രന്ഥങ്ങളും സ്മൃതിയിലാണ് വരുന്നത്. രാമായണം, മഹാഭാരതം, നമ്മുടെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ധർമ്മശാസ്ത്രം, വേദാംഗങ്ങൾ, ഉപവേദങ്ങൾ എല്ലാം സ്മൃതിയിൽ വരുന്നു. അപ്പോൾ ശ്രുതി എന്നാൽ ഋഷിമാർക്ക് നേരിട്ട് വെളിപ്പെട്ട ദിവ്യജ്ഞാനമാണ്.
അത് വേദങ്ങൾ മാത്രമാണ്. സ്മൃതി എന്നാൽ ഋഷീശ്വരന്മാരും മഹാത്മാക്കളും ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് സ്മരിച്ച് രചിച്ച ഗ്രന്ഥങ്ങളാണ്. എന്നാൽ ഇത് രണ്ടിനുമിടയിൽ നിൽക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമുണ്ട്, അതാണ് ഭഗവത്ഗീത. ഇനി നമുക്ക് ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. ശ്രുതി എന്നാൽ വെളിപ്പെട്ട ജ്ഞാനമാണ്, എന്നാൽ സ്മൃതി വെളിപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ മഹർഷിമാർ സ്മരിച്ച് ലോകത്തിന് നൽകിയ ജ്ഞാനമാണ്. ഒരു അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ശ്രുതിയാണ് ഏറ്റവും മുകളിലുള്ള പ്രമാണം. അതുകൊണ്ടാണ് ശ്രുതി പ്രമാണം എന്ന് പറയുന്നത്. സ്മൃതി ശ്രുതിക്ക് താഴെ ശ്രുതിയെ അനുസരിച്ച് മുന്നോട്ട് പോകണം. ശ്രുതി എന്നാൽ നിത്യവും മാറ്റങ്ങൾക്ക് വിധേയമാകാത്തതുമാണ്. എന്നാൽ സ്മൃതി കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി വ്യാഖ്യാനിക്കാവുന്നതാണ്. അവസാനത്തെ വളരെ രസകരമായ ഒരു വ്യത്യാസമാണ്, ജനപ്രീതിയിൽ നോക്കിയാൽ സ്മൃതിയാണ് മുന്നിൽ. ശ്രുതികൾ വളരെ അപൂർവമായി മാത്രമേ ജനങ്ങൾ പഠിക്കുകയും കേൾക്കുകയും ചെയ്യാറുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വേദങ്ങളെക്കാൾ കൂടുതൽ രാമായണവും മഹാഭാരതവും നമ്മളെല്ലാവരും കേട്ടിരിക്കും. ഒരു മഹത്തായ ഗ്രന്ഥത്തെ കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ശ്രുതി എന്താണെന്ന് മനസ്സിലാക്കി, സ്മൃതി എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ശ്രുതിക്കും സ്മൃതിക്കും ഇടയിൽ നിൽക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത സത്യത്തിൽ മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് സാങ്കേതികമായി അത് സ്മൃതിയിലാണ് വരുന്നത്. എന്നാൽ മറ്റ് സ്മൃതി ഗ്രന്ഥങ്ങൾക്കൊന്നുമില്ലാത്ത അതുല്യമായ ഒരു സ്ഥാനം ഭഗവത്ഗീതയ്ക്കുണ്ട്. കാരണം ഭഗവത്ഗീത ഉപനിഷത്തുക്കളുടെ മുഴുവൻ സാരവും ഏറ്റവും പ്രായോഗികമായി ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. ശങ്കരാചാര്യർ ഒരു വാചകത്തിൽ ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഓം ഇദം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം. നിങ്ങൾ നോക്കൂ, സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് എല്ലാ വേദങ്ങളുടെയും സാരം ഭഗവത്ഗീതയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേദാന്ത ദർശനത്തിന്റെ പ്രസ്ഥാനത്രയങ്ങളിൽ ഒന്നാണ് ഭഗവത്ഗീത. പ്രിയമുള്ളവരെ, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഒരു പക്ഷേ വേദങ്ങൾ അപ്രാപ്യമായിരിക്കാം. എന്നാൽ ഭഗവത്ഗീത നല്ല ഒരു ഗുരുവിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ സാധിക്കും. ഭഗവത്ഗീതയുടെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഇത്രയും വലിയ ജ്ഞാനശേഖരം പുസ്തകങ്ങളില്ലാതെ ആയിരക്കണക്കിന് വർഷങ്ങൾ എങ്ങനെ നിലനിന്നു? നമ്മുടെ ഋഷീശ്വരന്മാർ 3 ശക്തമായ സംവിധാനങ്ങളിലൂടെ ഇത് സംരക്ഷിച്ചു പോന്നു. ആദ്യത്തേതിനെ ശാഖ സംവിധാനം, രണ്ടാമത്തേത് സ്വാധ്യായ സംവിധാനം, മൂന്നാമത്തേത് പാദ സംവിധാനം. ശാഖ എന്നാൽ ഒരു വലിയ ഗ്രന്ഥത്തിനെ ചെറിയ ചെറിയ ശാഖകളാക്കി സ്വതന്ത്രമായി സംരക്ഷിക്കുന്ന രീതിയാണ്. സ്വാധ്യായം എന്നാൽ ദൈനംദിന ആവർത്തനങ്ങളിലൂടെയും ജീവിതകാലം മുഴുവൻ തുടരുന്ന പാരായണത്തിലൂടെയും സംരക്ഷിക്കുന്ന രീതി. മൂന്നാമത്തെ രീതി തെറ്റുകൾ കണ്ടെത്താനും ഒഴിവാക്കാനും രൂപകൽപ്പന ചെയ്താണ് പാദ രീതി. അതിസങ്കീർണമായ രീതികളാണ്. ഈ 3 സംവിധാനങ്ങളും ചിട്ടയോടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അപൂർവമായ ഒരു ജ്ഞാനം സംരക്ഷിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ശാഖാരീതി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് 4 വേദങ്ങളിലെ മന്ത്രങ്ങളും അവയുടെ ശാഖകളെയും കുറിച്ച് ഒറ്റ നോട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കാം. ഇതാണ് വേദങ്ങളുടെ ഓവറോൾ സമ്മറി. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ ചേർന്ന് മൊത്തം 20,739 മന്ത്രങ്ങളുണ്ട്. അതിനെ ഋഷീശ്വരന്മാർ 1131 ശാഖകളായി തിരിച്ചിരിക്കുന്നു. ഇനി ശാഖാ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ശാഖ എന്ന വാക്കിന്റെ അർത്ഥം ഒരു മരത്തിന്റെ ചില്ല അല്ലെങ്കിൽ കൊമ്പ് എന്നാണ്. എന്നാൽ വേദങ്ങളുടെ കാര്യത്തിൽ ശാഖ എന്നത് ഒരു പ്രത്യേക പാരമ്പര്യത്തെയോ ഒരു കുടുംബത്തിന്റെ പേരിനെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പഠന രീതിയെയാണ് സൂചിപ്പിക്കുന്നത്. പുരാതന കാലത്ത് ഓരോ വേദത്തിനും നിരവധി ശാഖകൾ ഉണ്ടായിരുന്നു. ഓരോ ശാഖയ്ക്കും പ്രത്യേക ഗുരു ശിഷ്യ പരമ്പരയുമുണ്ട്. ഇനി ശ്രദ്ധിക്കൂ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേദവ്യാസൻ വേദങ്ങളെ 4 തിരിക്കുകയും അദ്ദേഹത്തിന്റെ 4 ശിഷ്യന്മാർക്ക് സംരക്ഷണ ചുമതല നൽകി എന്നും നാം മനസ്സിലാക്കി. അപ്പോൾ ഈ 4 മഹർഷിമാർ ഓരോ വേദത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 2 ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്: പ്രൊട്ടക്ട് സംരക്ഷിക്കുക, പ്രൊപ്പഗേറ്റ് പ്രചരിപ്പിക്കുക. അങ്ങനെ ഈ മഹർഷിമാർ ഈ ഓരോ വേദത്തിനെയും ശാഖകളായി തിരിച്ച് അവരുടെ
അനുയായികൾക്ക് പകുത്തു നൽകി. അപ്പോൾ അവരുടെ ശിഷ്യന്മാർ ഓരോ ശാഖകളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പിന്നീട് ഓരോ ശാഖകളെയും ഓരോ സ്വാധ്യായങ്ങൾ, അതായത് വേദത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായി ഓരോ കുടുംബത്തിനും കൈമാറി. ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ഇതിന്റെ ഓരോ ഭാഗങ്ങളും ഓരോരുത്തരുടെ കയ്യിൽ എത്തിപ്പെട്ടു. ഇനി നോക്കൂ എന്താണ് സംഭവിക്കുന്നത്. ആദ്യം വേദം വരുന്നു, വേദത്തിനെ ശാഖയായി ചെറുതാക്കുന്നു, ശാഖയെ ഓരോ ഉപനിഷത്തുകളാക്കുന്നു, ഉപനിഷത്തുക്കളെ സ്വാധ്യായം എന്നാൽ ഓരോ കുടുംബവും പഠിക്കേണ്ട വേദത്തിന്റെ ഭാഗം, അത് കുലം, അതായത് ഫാമിലി, ആ രീതിയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുലധർമ്മം എന്നത് അവരുടെ സ്വാധ്യായം, അവരുടെ വേദത്തിന്റെ ഭാഗം സംരക്ഷിക്കുക എന്നതാണ്. സ്വാധ്യായത്തെക്കുറിച്ച് നമ്മൾ അടുത്ത ഘട്ടത്തിൽ വ്യക്തമായി മനസ്സിലാക്കും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് അന്നത്തെ കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു രീതിയാണ്, നിങ്ങളുടെ വേദഭാഗങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന രീതി. ഇന്ന് നമ്മൾ നമ്മളെ സ്വയം എങ്ങനെ പരിചയപ്പെടുത്തുന്നു? ഒന്നുകിൽ നമ്മുടെ പേര് പറയും, ഫാമിലിയുടെ പേര് പറയും, അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് പറയും. എന്നാൽ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം നിങ്ങളുടെ കുലം പറയുന്നു. കുലം എന്നാൽ വേദത്തിന്റെ ഒരു ഭാഗമാണ്. അതിനുശേഷം നിങ്ങളുടെ സ്വാധ്യായം, അതായത് നിങ്ങൾ പാരായണം ചെയ്യുന്ന വേദത്തിന്റെ ഭാഗം, അതിനൊരു പേരുണ്ട്, അത് പറയുന്നു. അതിനുശേഷം ഏത് ഉപനിഷത്താണ് നിങ്ങളുടെ കുലത്തിന്റെ, അത് പറയുന്നു. അതിനുശേഷം അത് ഏത് ശാഖയാണെന്ന് പറയുന്നു. അതിനുശേഷം അത് ഏത് വേദമാണെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ രീതിയിൽ ഒരാൾ പരിചയപ്പെടുത്തുമ്പോൾ ആ പരിചയപ്പെടുത്തലിൽ തന്നെ ആ വേദത്തെക്കുറിച്ചും ശാഖയെക്കുറിച്ചും ഉപനിഷത്തിനെ കുറിച്ചും വ്യക്തമായൊരു വിവരണം വന്നു കഴിഞ്ഞു. ഈ രീതിയിൽ ഓരോ കുടുംബവും സ്വന്തം ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാക്കി വേദങ്ങളെ മാറ്റി. അതായത് ആ വേദത്തിന്റെ ഒരു ഭാഗത്തിന്റെ ഉത്തരവാദിത്തം ആ കുടുംബത്തിനാണ്. ഇതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? സമൂഹത്തിൽ ഏത് സമയത്തും വേദങ്ങൾ പൂർണ്ണതയിൽ നിലനിന്നു. അടുത്തത് സ്വാധ്യായം. പ്രിയമുള്ളവരെ, സ്വാധ്യായം എന്നതിന് പല അർത്ഥങ്ങൾ പല സന്ദർഭത്തിൽ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ സ്വാധ്യായം എന്നാൽ ഞാൻ നിത്യവും പാരായണം ചെയ്യേണ്ട വേദഭാഗമാണ്. അപ്പോൾ ആദ്യം അത് എൻ്റെ നിത്യകർമ്മമാണ്. നിത്യകർമ്മം എന്താണെന്ന് നമ്മൾ കർമ്മ സീരീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് അത് എൻ്റെ കുലധർമ്മമാണ്. അപ്പോൾ വേദപാരായണം ഒരേ സമയം നിത്യകർമ്മവും കുലധർമ്മവും ആയി മാറുന്നു. അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് അലോട്ട് ചെയ്യപ്പെട്ട വേദത്തിന്റെ ഭാഗം ഞാൻ പാരായണം ചെയ്യുന്നു, അത് പ്രചരിപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അത് മനസ്സിലാക്കുന്നെന്നും ഉറപ്പുവരുത്തുന്നു. ഇനി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ വേദങ്ങളുടെ മറ്റ് ഭാഗങ്ങൾ എനിക്ക് പഠിക്കാം, എല്ലാ വേദങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം, അതിൽ യാതൊരു തടസ്സവുമില്ല. എന്നാൽ എൻ്റെ സ്വാധ്യായം ഒരു കാരണവശാലും എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇനി നിങ്ങൾ ആ വേദ കാലഘട്ടത്തിനെ കുറിച്ച് ഒന്ന് സങ്കല്പിക്കൂ. വേദ കാലഘട്ടത്തിലെ സമൂഹത്തിലെ വീടുകളിലും തെരുവുകളിലും എല്ലാ ഭാഗത്തും വേദം നിറഞ്ഞു നിന്നു. ഒരു പുസ്തകങ്ങളില്ല, ഒരു കമ്പ്യൂട്ടർ ഇല്ല, വെറും മനുഷ്യന്റെ തലച്ചോറിലാണ് ഈ വേദങ്ങൾ പൂർണ്ണമായും നിലനിന്നത്. ഇനി ഒരു വേദത്തിന്റെ പൂർണ്ണമായ പാരായണം കേൾക്കണമെങ്കിൽ ആ ശാഖയെ മാത്രം ബന്ധപ്പെട്ടാൽ മതി. അവരിൽ ഓരോരുത്തരും അവരുടെ ഭാഗങ്ങൾ ചൊല്ലുമ്പോൾ തന്നെ പൂർണ്ണമായി വേദങ്ങൾ വരുന്നു. ഇനിയാണ് അടുത്ത സങ്കീർണമായ ഘട്ടത്തിലേക്ക് പോകുന്നത്. അതാണ് പാദ സിസ്റ്റം. ഇനി വേദമന്ത്രങ്ങളിലെ ഉച്ചാരണത്തിലോ സ്വരത്തിലോ എന്തെങ്കിലും തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ മനസ്സിലാക്കും? അതിനാണ് പാദ സമ്പ്രദായം. ഒരു മന്ത്രം ഒരു രീതിയിൽ മാത്രമല്ല മനഃപ്പാഠമാക്കേണ്ടത്, അത് 11 വ്യത്യസ്ത രീതികളിൽ പഠിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് ഈ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്. ഒരു വേദമന്ത്രം ആദ്യം സാധാരണ രീതിയിൽ തുടർച്ചയായി ചൊല്ലുന്നു. പിന്നീട് അതിലെ ഓരോ വാക്കും ആവർത്തിച്ച് വേർതിരിച്ച് ചൊല്ലുന്നു. പിന്നീട് അതിനെ ജോഡികളാക്കി തിരിച്ച് ചൊല്ലുന്നു. പിന്നീട് ആദ്യം മുതൽ അവസാനം വരെയും അവസാനം മുതൽ ആദ്യം വരെയും ചൊല്ലുന്നു. ഇതെല്ലാം വളരെ വളരെ സങ്കീർണമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് ABCD എന്ന 26 അക്ഷരം പുറകിലേക്ക് ചൊല്ലാൻ, സെഡിൽ നിന്ന് പുറകിലേക്ക് ചൊല്ലാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ വേദ കാലഘട്ടത്തിൽ വേദത്തിന്റെ പാരായണം 11 രീതിയിൽ നിലനിന്നിരുന്നു. ഇനി ഈ രീതിയുടെ പ്രത്യേകത എന്താണ്? ഒരു വേദമന്ത്രത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു തെറ്റ് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും, അതിനെ തിരുത്താൻ കഴിയും.
ഇന്നത്തെ കമ്പ്യൂട്ടറുകളിലെ എറർ ചെക്കിംഗ് എന്ന അതിസങ്കീർണമായ സാങ്കേതിക വിദ്യയ്ക്ക് തുല്യമായ ഒരു ചെക്കിംഗ് സിസ്റ്റമാണത്. അങ്ങനെ ഈ 3 സംവിധാനങ്ങളിലൂടെ വേദങ്ങൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നു. പ്രിയമുള്ളവരെ, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഈ സംരക്ഷണ രീതി ആധുനിക വിവര സാങ്കേതിക വിദ്യകൾ നിലവിൽ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വളരെ കാര്യക്ഷമമായി നമ്മുടെ ഭാരതത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. ആയിരക്കണക്കിന് മന്ത്രങ്ങൾ ഉച്ചാരണം തെറ്റാതെ ഒരു മാറ്റവും വരുത്താതെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാരതം നേരിട്ട അധിനിവേശവും ആക്രമണങ്ങളുമാണ്. അനവധി ആക്രമണങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വേദ പാരമ്പര്യത്തിന് നേരെ നടന്നിട്ടുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് വേദങ്ങൾ നിലനിന്നു. ലോകത്തിലെ പല സ്ഥലങ്ങളിലെ പുരാതന അറിവുകൾ ഇന്ന് നിലവിലില്ല. ഈ അവിശ്വസനീയമായ സംരക്ഷണ രീതിയെ ലോകം അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് യുനെസ്കോയുടെ വേദിക് ചാൻഡിങ്ങിന് കൊടുത്ത അവാർഡ്. 2008 വേദത്തിന്റെ ഈ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കുകയും ഇത് വളരെ അത്ഭുതമാണെന്ന് കണ്ടെത്തി ലോകം നമ്മളെ ആദരിച്ചിട്ടുണ്ട്. ഇന്നും ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പുരാതന രീതി നിലനിന്നു വരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുകയാണ്. വേദ സംരക്ഷണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെ വേദ വിദ്യാർത്ഥികൾ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു? 2 പരീക്ഷാ സമ്പ്രദായങ്ങൾ കൂടി പരിചയപ്പെടുത്താം. ആദ്യത്തേത് ശലാഘ പരീക്ഷ. ഒരു ഗ്രന്ഥത്തിന്റെ പൂർണ്ണമായ അറിവ് നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ. അടുത്തത് ശാസ്ത്രാർത്ഥം. ഒരു ഗ്രന്ഥത്തിന്റെ യുക്തി, അർത്ഥം, വ്യാഖ്യാനം എന്നിവ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ. നമുക്കിതിനെ ചുരുക്കി ഒന്ന് നോക്കാം. ശലാഘ പരീക്ഷ, ദ നീഡിൽ ടെസ്റ്റ്. ശലാഘ എന്ന വാക്കിന്റെ അർത്ഥം സൂചി എന്നാണ്. ഈ പരീക്ഷയുടെ രീതി വളരെ കൗതുകകരമാണ്. ഗുരു ഒരു ഗ്രന്ഥം തുറക്കുന്നു. അതിനുശേഷം ആ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടി ഒരു സൂചി കടത്തിവിടുന്നു. ആ സൂചി സഞ്ചരിച്ച ഭാഗങ്ങളിലെ വാക്കുകൾ, സന്ദർഭം, അർത്ഥം എല്ലാം ആ വിദ്യാർത്ഥി വ്യാഖ്യാനിക്കണം. ഇന്നത്തെ ആധുനിക കാലത്തും ശലാഘ പരീക്ഷകൾ നടത്തി വരുന്നുണ്ട്. അത് പല രീതിയിലാണ് നടത്തുന്നത്. ഈ പരീക്ഷാ രീതി വളരെ കഠിനവും സങ്കീർണവുമായിരുന്നു. ഈ പരീക്ഷയുടെ പ്രത്യേകത വിദ്യാർത്ഥി ആ ഗ്രന്ഥത്തിന്റെ മുഴുവൻ ഭാഗവും ഗ്രഹിച്ചിരിക്കണം എന്നാണ്. സാധാരണ പരീക്ഷയിൽ നിങ്ങൾക്ക് ഗ്രന്ഥം മനസ്സിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. എന്നാൽ ശലാഘ പരീക്ഷയിൽ നിങ്ങൾ ഗ്രന്ഥമായി മാറിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അടുത്തത് ശാസ്ത്രാർത്ഥം. ശാസ്ത്രാർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം ശാസ്ത്രങ്ങളുടെ അർത്ഥത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. ഇത് സാധാരണ വാദപ്രതിവാദമല്ല. ഇതിന്റെ ലക്ഷ്യം എതിരാളികളെ തോൽപ്പിക്കുക എന്നതല്ല, മറിച്ച് സത്യം കണ്ടെത്തുക എന്നതാണ്. നമ്മൾ വേദങ്ങളുടെ സംരക്ഷണത്തിന്റെ 2 ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 1 സംരക്ഷണം, 2 പ്രചരണം. ഇതിൽ ശലാഘ പരീക്ഷയിലൂടെ വേദത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. ശാസ്ത്രാർത്ഥത്തിലൂടെ വേദത്തിന്റെ പ്രചരണവും ഉറപ്പുവരുത്തുന്നു. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രാർത്ഥമായിരുന്നു ജ്ഞാനകാണ്ഡത്തിന്റെ പണ്ഡിതൻ ശങ്കരാചാര്യരും കർമ്മകാണ്ഡത്തിന്റെ പണ്ഡിതൻ മണ്ഡന മിശ്രയും തമ്മിലുള്ള സംവാദം. ചരിത്രം പറയുന്നത് അത് 42 ദിവസം നീണ്ടുനിന്നു എന്നതാണ്. ഒടുവിൽ ശങ്കരാചാര്യർ വിജയിക്കുകയും മണ്ഡന മിശ്രൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ മഹത്തായ വൈദിക പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരുടെയും പൂർവികർ ഈ വൈദിക സമ്പ്രദായത്തിന്റെ ഭാഗമായിരുന്നു എന്നത് തീർച്ചയാണ്. അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഒരു വേദമന്ത്രമെങ്കിലും നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. അത് നിത്യവും ചൊല്ലാൻ തയ്യാറാകാം. അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാം. വേദമന്ത്രങ്ങളെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കാം. എന്തായാലും മനുഷ്യരാശിയുടെ മുഴുവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഈ ജ്ഞാനത്തെ നമുക്ക് സംരക്ഷിക്കാം. നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.